ഡ്രസ് റെഡി എല്ലാരും വായോ ഡ്രസ് റെഡി എല്ലാരും വായോ ഡ്രസ് റെഡി എല്ലാരും വായോ ഡ്രസ് റെഡി ഇത് തന്നെ വരാതെ പിന്നെ വരാതെ നീ സെറ്റ് ചെയ്തല്ല നീ കൊള്ളാം കേട്ടോ. സുമേഷ് ഒരു കാര്യം ഏറ്റതാണല്ലേ കൂടുതൽ വാചം അടിക്കുന്നു വേണ്ട സാധനം ഒപ്പിച്ചല്ലേ നീ അച്ഛനുള്ള സാധനം തന്റെ വിളിപ്പുണ്ടാ കൊള്ളാം ചെറുതാ അളിയിൽ പറ്റൂ ഡ്രസ് കിട്ടിയോട്ടെ ഡ്രസ് ഇത് വെള്ളപ്പൊക്ക സമയത്ത് വീട്ടിൽ വന്ന് വാങ്ങിച്ചോണ്ട് പോണ പഴയ ഡ്രസ്സല്ലേടാ ഇത്? ആണാ? അയ്യേ ശരിയാട്ടാ. ഇത് എന്നതാണോ ഇത്? അത് പിന്നെ നിനക്ക് ഇതൊക്കെ എങ്ങനെ പറ്റണേ? നീ കേട്ടാ ഈ വൃത്തിയുടെ ആഗ്രഹ സൈറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കണം. എന്റെ കാശ് പോയി. അയ്യോ കാശൊന്നും പോയില്ല. ഞാൻ പിന്നെ അങ്ങനെ നിങ്ങളുടെ കാശ് എന്റെ കാശ് എന്റെ അമ്മ തന്ന കാശ് അമ്മ തന്ന കാശാ? കാശ് എടുക്കണം. അത് പിന്നെ 10,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. 10,000 രൂപ കൈ കിട്ടുമോ? അത് കൊള്ളാം കേട്ടോ, നല്ല പരിപാടിയാ. പൈസ കിട്ടിയാ? പൈസ കിട്ടിയില്ല, കൂപ്പൺ കിട്ടി. കൂപ്പൺ ഈ അവിഞ്ഞ ഡ്രസ്സിൽ നീ എന്നെ ഇട്ടോ കേട്ടോ. എനിക്കിതൊന്നും വേണ്ടടേ, ഞാൻ എന്റെ പഴയ ഷർട്ടൊക്കെ ഇട്ടോളാം. എടാ നിങ്ങൾ വാങ്ങിച്ചിട്ടോ, നിങ്ങളല്ലേ പൈസ കൊടുത്തത്. കാര്യം മനസ്സിലായടാ. ചേച്ചിയെ നൈസിട്ട് അങ്ങ് വഹിച്ച് നിന്നെ സൈറ്റുകാര് പറ്റിച്ച്. കൊള്ളാം. ഞാൻ ഒരു കാര്യം പറഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ എന്നെ പൈസ തിരിച്ചു തന്നില്ലെന്നുണ്ടല്ലോ. എടുക്കണല്ലോ പൈസ. പൈസ കൂപ്പൺ തന്നാ മതി. 10,000 രൂപയ്ക്ക് മേടിച്ചു വെച്ചേക്കുന്നു. എന്റെ കാശ് എന്തെങ്കിലും കണ്ടല്ലോ, മുട്ടാളെയും തല പിടിക്കും. മിണ്ടാ വന്നായിരുന്നു നീ കൂടെ. പറ്റിപ്പോയി. എന്നെ പറ്റിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമുക്കിത് വേണ്ട. ഇതെന്തോന്ന്? അടുത്ത വെള്ളപ്പൊക്കം വരുമ്പോഴേ എടുത്തിടാം. വെച്ചോ. അവനെനിക്ക് ചേരില്ല. തമാശ പറഞ്ഞാൽ ചേച്ചി എന്താ മലക്കറി അരിഞ്ഞോണ്ടിരിക്കുകയാണല്ലേ? അല്ല, പുല്ല് വെട്ടുക. അത് പളിയ പുല്ലാണ് കഴിക്കണ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞത്. എന്തോ വേണം? അല്ലേ ചേച്ചി, ചേച്ചി ഫോണൊന്ന് നോക്കൂ. എന്താ മനസ്സിലായില്ലേ? ചേച്ചി മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് ചീത്തയായി. എന്നുവെച്ചാ വെളി കാണിക്കാൻ തന്നെ ഭയങ്കര നാണക്കേട്. വെളി കാണിക്കണ്ട, നീ പോക്കറ്റ് വെച്ചാ മതി. അങ്ങനെയല്ലേ ചേച്ചി, ഞാൻ വിചാരിച്ചേ പുതിയ ഒരെണ്ണം വാങ്ങിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. നല്ല കാര്യം, മേടിക്കേ. അല്ല അതൊരു 10,000-15,000 രൂപ ആവൂലേ? പിന്നെ 10,000-15,000 രൂപ കൊടുക്കാൻ നല്ല ഫോൺ കിട്ടുമോ? ഒരു 5,000 രൂപ എന്റെ ഉണ്ട്. അല്ല ചേച്ചിക്ക് ഇൻട്രസ്റ്റ് കിട്ടിയ പൈസ ഒരു 10,000 രൂപ തന്നിരുന്നെങ്കിലേ 15,000 രൂപ ഫോൺ വാങ്ങിക്കായിരുന്നു. അല്ല ചുമ്മാ വേണ്ട, ഞാൻ 2 മാസം കഴിയുമ്പോഴേ ഞാൻ തിരിച്ചാലുള്ള ഇൻട്രസ്റ്റ് കാണിക്കാം. ആ മോഹം അങ്ങ് കൈ വെച്ചാ മതി കേട്ടോ. ശരി ചേച്ചി, ഒരു 8,000 രൂപ എന്നാ ബാക്കി ഞാൻ അങ്ങനെ സംഘടിപ്പിക്കായിരുന്നു. എന്റെ പൊന്ന് ശിവ, അതിൽ നിന്ന് 5 പൈസ എടുക്കാൻ പറ്റൂല. ഞാനത് ഇന്നലെ തന്നെ തിരിച്ചുകൊണ്ട് FD ആക്കി ഇട്ടു. FD ആക്കി ഇട്ടാ? തിരിച്ചുകൊണ്ട് FD ആക്കി ഇട്ടാ? അപ്പൊ ഞാൻ നിന്നിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല, മക്കള് ചെല്ല്. പിന്നെ EMI ഫോൺ എടുക്കാല്ലേ? നല്ല കാര്യം. ന്യൂ ഇയർ ആയതുകൊണ്ട് എന്തെങ്കിലും ഓഫറും കാണും. ചെല്ലേ. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, നിനക്ക് അവിടുന്ന് ശമ്പളം പൈസ ആയിട്ടാണോ ചക്കക്കുരു ആയിട്ടാണോ കിട്ടുന്നത്? പൈസ ആയിട്ട്. ആണല്ലേ? ഓർമ്മിപ്പിച്ച ചെല്ലേ പോ. അല്ല അതിനിങ്ങനെ ഒരുപാട് പ്രാരാബ്ദങ്ങൾ. പ്രാരാബ്ദം പിന്നെ
പൊട്ടിയ ഫോണായോണ്ടാണ്. മനസ്സിലായി. EMI എടുക്കാം, കിട്ടുമായിരിക്കും.